പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 2019 ഉടമ്പടി എടുക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ്. 2023 ഡാഡിക്ക് ജനുവരിയിൽ വായയിലൊരു വേദനയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അതിനുശേഷം തൃശ്ശൂരുള്ള പല ഡോക്ടേഴ്സിനെ കാണിച്ചു. ENT സർജനെ, മാക്സോഫേഷ്യൽ സർജനെ, അങ്ങനെ പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ഡാഡിയുടെ സലൈവറി ഗ്ലാൻഡിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണിൻ്റെ സൈസ് കൂടിയത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വരത്തില്ല. നമുക്ക് കിട്ടിയ സജഷൻ ഓപ്പറേഷനിലൂടെ സലൈവറി ഗ്ലാൻഡ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്തുള്ള ഹോസ്പിറ്റൽസിലും കാണിച്ചു. അപ്പോൾ അവിടെ നിന്നും കിട്ടിയ റിപ്പോർട്ട് ഇത് തന്നെയാണ്. സർജറി കൂടാതെ ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല, സലൈവറി ഗ്ലാൻഡ് എടുത്തു കളയണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഡാഡി ഈ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് വെള്ളത്തിലിട്ട് കവിള് കൊള്ളുകയും ആ ഉപ്പിട്ട വെള്ളം കുടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ്റെ ഉള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. നാളെ അഡ്മിറ്റ് ആവാൻ പോകണം. ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഡാഡിക്ക് വായയുടെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ഡാഡി എണീക്കുമ്പോൾ എന്തോ ഷാർപ്പായിട്ടുള്ളൊരു സാധനം നാവിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഡാഡി വീണ്ടും പതുക്കെ നാവുകൊണ്ട് ഇങ്ങനെ അനക്കി വന്നപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റോൺ തന്നെ പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ സൈസ് ഏകദേശം 1 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞതാണ്. സലൈവറി ഗ്ലാൻഡ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. അത് തനിയെ പുറത്തേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞെടുത്ത് ഈ സലൈവറി ഗ്ലാൻഡിൽ ഈ സ്റ്റോൺ പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ മുറിവിന് മാത്രമായിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക് മാത്രമാണ് കൊടുത്തത്. ആ മുറിവ് ഉണങ്ങാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മാത്രമാണ് തന്നത്. അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപം അടിവയറിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞില്ല, ഒരു പെയിൻ കില്ലർ കഴിച്ചതുപോലെ എനിക്ക് അവിടെ നിന്ന് തരിക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വേദന അറിയുന്നില്ല. ഇപ്പോഴും അങ്ങനെയാണ്. ഒരു 1.5-2 കൊല്ലത്തോളമായി എനിക്ക് എൻ്റെ അടിവയറ് വേദന എടുത്തു മാറ്റി. അതുപോലെ കാലിൻ്റെ അടിയിൽ ഒരു ആണി ഉണ്ടായിരുന്നു. നടക്കുമ്പോഴൊക്കെ വേദനയുണ്ടായിരുന്നു. അപ്പോൾ എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം ഞാൻ പുരട്ടുമായിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞില്ല, അതിൻ്റെ അടിയിൽ നിന്നുള്ള വേദന എനിക്ക് കാണുന്നില്ല. ജസ്റ്റ് അവിടെ തൊലി കട്ടിയായിട്ട് കിടക്കുന്നൊരവസ്ഥ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനിയും ഒത്തിരി നന്മകളും കൃപകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനിയത്തിമാർക്കാണെങ്കിലും, പക്ഷെ അവരൊന്നും ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാനതൊന്നും സാക്ഷ്യത്തിൽ ഇപ്പോൾ പറയുന്നില്ല. അതുപോലെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. ഒറ്റ ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നില്ല. ഇപ്പോൾ 2019 മുതൽ കുർബാനയ്ക്ക് പോകാനും ഉള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ UAE-യിലാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നു. അപ്പോൾ മലയാളം പത്രം മലയാളികൾക്ക് അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കൊടുക്കാറുണ്ട്, മാതാവിനെക്കുറിച്ച് പറയാറുണ്ട്. ഇംഗ്ലീഷ് പത്രം മോളെ സ്കൂളിൽ വിടാൻ ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് അവിടെ റോട്ടിൽ നിന്നിട്ട് പരിചയമല്ല, ഈ അവിടെ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്ന നഴ്സുമാരാണെങ്കിലും അത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആവാം, ഫിലിപ്പിനോസ് ആവാം, പല രീതിയിലുള്ളവർ, പല ഭാഷക്കാരുണ്ട്. അവർക്ക് പറഞ്ഞ് ഇംഗ്ലീഷ് പത്രം സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ക്ലാസ്സുകൾ കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പരിചയമുള്ളവർക്ക് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ സാക്ഷ്യങ്ങളും പറഞ്ഞ് ഒത്തിരി പേരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ഷെറിൻ റോസ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് ലഭിച്ച 2 അനുഗ്രഹങ്ങളെയാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവാനുഗ്രഹങ്ങളുടെ ഉടമസ്ഥരാക്കുന്നു. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നാം ജീവിക്കേണ്ട ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നു. ഉടമ്പടി നമ്മെ നിരന്തരം ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ അനുദിനമെന്നോണം ജീവിതത്തിൽ അനുഭവിക്കുവാനും നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ സഹോദരി ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ സലൈവൻ ഗ്ലാൻഡിൽ സ്റ്റോൺ വരിക എന്നത് ഇത്തിരി ക്ലേശമുള്ളൊരു രോഗാവസ്ഥയാണ്. അതേറെ സംസാരത്തിനും
അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നവുമാണ്. അത് സാധാരണ ആ ഗ്ലാൻഡ് റിമൂവ് ചെയ്തോ വളരെ ചെറുതാണെങ്കിൽ ഗ്ലാൻഡിനുള്ളിൽ നിന്ന് ഇതെടുത്തു കളയുകയാണ് രീതി. സ്റ്റോൺ വലുതായതുകൊണ്ട് ഗ്ലാൻഡ് റിമൂവ് ചെയ്യണമെന്ന് കുടുംബത്തോട് പറയുമ്പോഴാണ് അമ്മയുടെ ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കുന്നത്. സഹോദരി സൂചിപ്പിച്ചു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം ആ സ്റ്റോൺ അവിടുന്ന് പുറത്തേക്ക് പോരുന്നു. ഡോക്ടർമാരെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നതിലും വലിയ സ്റ്റോണാണെന്ന് അവരത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഈ സാക്ഷ്യത്തിൻ്റെ എൽത്താരയിൽ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന ജീവിത വിഷയം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ദൈവത്തിന് ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിന്മേലും ഇടപെട്ട് സഹായിക്കുവാൻ സാധിക്കുമെന്ന്. മരുന്നിന് പോലും മാറ്റമില്ലാതെ തുടരുന്ന വേദനയ്ക്കും രോഗത്തിനും അത് നിസ്സാരമായി ദൈവശക്തിയാൽ സൗഖ്യത്തിലേക്കും ആശ്വാസത്തിലേക്കും നയിക്കുമെന്ന് ഈ എൽത്താരയിൽ നിരന്തരം ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മകൾ പറഞ്ഞു, പീരീഡ്സിൻ്റെ കാലം വളരെ വേദനയുടെയും ക്ലേശത്തിൻ്റെയും കാലമായിരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് അത് അടിവയറ്റിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ സംരക്ഷണം തേടിയതിനു ശേഷം പിന്നീട് ഒരു മരവിപ്പ് പോലെ ഒട്ടും വേദനയില്ലാതെ നോർമലായി ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് മകൾ കാണുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ എപ്പോഴും ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ ആത്മാവ് ഉയർത്തി ജീവിതം കൊടുത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ നാം തയ്യാറെന്ന് അറിയിക്കുമ്പോൾ ദൈവം അവൻ്റെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം നടത്തുന്ന മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുന്നു, അനുഗ്രഹിച്ചു നൽകുന്നു. അതുകൊണ്ട് അമ്മ ഉടമ്പടി നമ്മളെ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവികമായ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിക്കുവാനും സഹായിക്കുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.